ബ്ലോഗേഴ്സ് അല്ല, വിസിൽ ബ്ലോവേഴ്സ്. കാഹളം മുഴക്കുന്നവർ, അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവരെയാണ് വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ വിസിൽ ബ്ലോവേഴ്സിൻ്റെ ഒരു സ്റ്റേറ്റ് അസോസിയേഷൻ ഫോം ചെയ്യാൻ പോകും. നാട്ടുകാരെ പറ്റിക്കുന്ന സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞ പോലത്തെ ആൾക്കാർ ഇതിനകത്തോട്ട് വരുവാൻ വേണ്ട. ഇത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ഇതിൽ വലിയ വലിപ്പ ചെറുപ്പം ഉണ്ടാവില്ല. ഈ നാട്ടിൽ അഴിമതി തുടച്ചു നീക്കിയാൽ കേരളം ദൈവത്തിൻ്റെ രാജ്യമാണ്. നമസ്കാരം. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്. ലോകത്തെമ്പാടും വിവിധ രാഷ്ട്രങ്ങളിൽ വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുണ്ട്. ബ്ലോഗേഴ്സ് അല്ല, വിസിൽ ബ്ലോവേഴ്സ്. കാഹളം മുഴക്കുന്നവർ, അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവരെയാണ് വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറയുന്നത്. കേരളത്തിൽ നിരവധി വിസിൽ ബ്ലോവേഴ്സ് ഉണ്ട്. നമ്മുടെ ചെഷയർ ടാർസൻ, പോളി വടക്കൻ, ഷാജൻ സ്കറിയ, ഞാൻ, CR നീലകണ്ഠൻ, അങ്ങനെ നിരവധി ആളുകൾ ഈ നാട്ടിൽ വിവരാവകാശം വെച്ചുകൊണ്ടും തെറ്റിനെതിരെ വിജിലൻസിൽ പരാതി കൊടുത്തുകൊണ്ടും കോടതികളിൽ പോയിയൊക്കെ പൊതു താല്പര്യ ഹർജിയൊക്കെ കൊടുക്കുന്നവരാണ് ഈ വിസിൽ ബ്ലോവേഴ്സ്. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ വിസിൽ ബ്ലോവേഴ്സിൻ്റെ ഒരു സ്റ്റേറ്റ് അസോസിയേഷൻ ഫോം ചെയ്യാൻ പോകുന്നു. ജേക്കബ് വടക്കഞ്ചേരിയെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇതിലോട്ട് വരുന്നുണ്ട്. പോളി വടക്കൻ വരുന്നുണ്ട്. ഷാജനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചെഷയർ വരുന്നുണ്ട്. തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായ സഞ്ജീവ്, അങ്ങനെ നിരവധി പേര് ഇതിലോട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇടക്ക് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി പറഞ്ഞു, ചെറുപ്പക്കാർ പാറ്റകളെ പോലെയാണ്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതുങ്ങൾക്കൊന്നും ഒരു പണിയില്ലാണ്ട് യൂട്യൂബ്, ഫേസ്ബുക്ക്, RTI ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണമെന്നാണ്. ഇന്ന് വിവരാവകാശവും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവർക്കെതിരെ തെറ്റായ കേസുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ വിസിൽ ബ്ലോവേഴ്സ് എന്ന ഒരു സംഘടനയുടെ ആവശ്യമുണ്ട്. PD സതീശൻ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ ഒരു അംഗീകാരവും കൂടി ഞങ്ങൾ വെറുതെ മെക്കിട്ടൊന്നും കയറില്ല. അപ്പം അങ്ങനെ സ്റ്റേറ്റിൻ്റെ ഒരു അംഗീകാരത്തോടു കൂടി ഞങ്ങൾ കേരളത്തിൽ ഇനി തൊട്ട് ഒരു വിവരാവകാശം വെക്കുമ്പോഴും ഒരു തോട് കയ്യേറിയതും കായൽ കയ്യേറിയതും കാട് കയ്യേറിയതും പുറമ്പോക്ക് കയ്യേറിയതും അനധികൃത നിർമ്മാണങ്ങളും മറ്റ് വെട്ടിപ്പും തട്ടിപ്പും എന്ത് കണ്ടാലും ഞങ്ങൾ മാസത്തിൽ എല്ലാ 2ാം ശനിയാഴ്ചയും എവിടെയെങ്കിലും കൂടി ഈ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതിനെതിരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനാധിപത്യത്തിലെ 4 തൂണുകൾ പോലെ ബ്യൂറോക്രസി, മിനിസ്ട്രി, മീഡിയ, ജേർണലിസം, അങ്ങനെ എല്ലാവരും കൂടണ പോലെ തന്നെ ഞങ്ങൾ വിസിൽ ബ്ലോവേഴ്സും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അങ്ങനെ ഫൈറ്റ് ചെയ്താലേ ഇനി എവിടെയെങ്കിലും എത്തുള്ളൂ. പോളി വടക്കൻ ഇവിടെ ഉണ്ട്. ഇപ്പം തന്നെ കൊച്ചിൻ കോർപ്പറേഷനിൽ നമ്മൾ ഗാലക്സി ബിൽഡേഴ്സിന്റെ ഗാലക്സി എമറാൾഡ് എന്നുള്ള ഇളംകുളത്തൊരു ഇത് കൊടുത്തിട്ട് ഈ തന്നേക്കണ ഉത്തരം കണ്ടല്ല. അല്ല, ഞാൻ തീർച്ചയായിട്ടും അത് വായിച്ചു നോക്കി. എനിക്ക് തന്നെ തീർച്ചയായിട്ടും അത് വായിച്ചു നോക്കിയപ്പോൾ തന്നെ എനിക്ക് ചിരിയ വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കെട്ടിടം പണിയുന്ന സമയത്ത് അത് നിലമായിരുന്നു. രണ്ടാമത് അതിന് പെർമിറ്റ് കൊടുത്ത സമയത്ത് അത് എങ്ങനെയാണ് അതിലൊരു പുറമ്പോക്ക് തോട് 8 സെന്റ് കയറിയേക്കുന്നത്. 8.9 സെന്റ് സ്ഥലം പുറമ്പോക്കും കയ്യേറിയിട്ടുണ്ട്. അത് മാത്രമല്ല, അത് പുരയിടമായിട്ടാണ് അവർക്ക് പിന്നെ കിട്ടിയത് പെർമിറ്റ്. എങ്ങനെയാണ് ഇത് ഇത്ര ഷോർട്ട് പീരീഡിൽ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതെ, നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം പറ്റി പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് കാണുമ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള പൊതു താല്പര്യ ഹർജിയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിജിലൻസ് പരാതിയുമായി അതും നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിജിലൻസിനോ അല്ലെങ്കിൽ കോടതിയിലോ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകൾ എടുത്ത് ഒരു അന്വേഷണം നടത്തി പൂർണ്ണമായും ഇത് തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഓരോ കേസുകൾക്കും ഞാൻ ഇറങ്ങുന്നത്. ഇപ്പോൾ ബെന്നിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വിസിൽ ബ്ലോവേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ബെന്നിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും കേരളത്തിലുള്ള എല്ലാ ഇതുപോലെയുള്ള പ്രവർത്തകരും ഒരുമിച്ച് കൂടി അവർ കണ്ടെത്തിയിരിക്കുന്ന പ്രധാന അഴിമതികൾ, അത് 100ക്ക് 10 അല്ലെങ്കിൽ 10 ലക്ഷത്തിൽ 1 ലക്ഷം കട്ടവനെ നമുക്ക് പിടിക്കേണ്ടെന്നേ വേണ്ട. അടിയോടുകൂടി മൂടോടുകൂടി വാരിക്കൊണ്ടുപോകുന്ന ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്നലെ തന്നെ നമുക്കറിയാം തൊട്ടടുത്ത് GCDയിൽ ഇന്നലെ ഒരു സമരം നടന്നിരുന്നു.
ഗാന്ധിനഗർ തൊട്ടടുത്ത ഗാന്ധിനഗർ PNT കോളനിയിൽ അവിടെ നിന്ന് ഒരു 78 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു മുണ്ടമ്മലിൽ. അവർക്ക് താമസം 2018 ഇതിൻ്റെ കല്ലിട്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് 2024 ജനുവരി 31 പണി പൂർത്തിയാവുന്നതിൻ്റെ മുമ്പ് തന്നെ 78 കുടുംബങ്ങൾ അവിടെ പാർപ്പിക്കും. ഫെബ്രുവരി 15 മുതൽ അവർ പരാതി തുടങ്ങി അവിടെ ചോർച്ച GCDയുടെ ഏത് പണിയാണ് പരാതി ഇല്ലാത്ത ഒരെണ്ണം പറയാം. തീർച്ചയായിട്ടും അല്ല അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. താങ്കൾ തന്നെ കണ്ടെത്തിയല്ലേ, പൊളി കണ്ടെത്തിയതല്ലേ 50 ലക്ഷം രൂപയുടെ കക്കൂസ. അതെ 5 ലക്ഷം രൂപ പോലും മുടക്കുമതില്ലാത്തൊരു സാധനത്തിന് 50 ലക്ഷം രൂപ അടിച്ചു മാറ്റി. ഒരു മെസ്സി വെന്നെന്നും പറഞ്ഞ ഗ്രൗണ്ടിൽ അടിച്ചത്. അതെ കലൂർ കടവന്തറയില് KMRL കൊച്ചി മെട്രോയുടെ പൈസ ഇട്ടിട്ട് 7 കോടി രൂപ. അതെ 30 കോടി രൂപയാണ് അതിനെ അനുവദിച്ചത്. പക്ഷെ അതിന്റെ ഫണ്ട് കുറെ ലാപ്സായി പോയി. അതിനിടയിൽ കുറച്ച് CSML ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നിർമ്മാണങ്ങളും അതേപോലെ തന്നെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് വിവരാശം വെച്ചപ്പോൾ 19-20 കോടിയുടെ അടുത്താണ് ചിലവാക്കിയിരിക്കുന്നതായിട്ട് കണ്ടത്. അതിലൊരു പദ്ധതിയായിരുന്നു 4 കക്കൂസിക്ക് 2 കോടി രൂപ അടിച്ചു മാറ്റിയത്. ചങ്ങമ്പുഴ പാർക്കിൽ മെയിൻ്റനൻസ് പെയിന്റ് അടിച്ച വകയിൽ 4,24,00,000 രൂപ. ഇതെന്താണ് ചങ്ങമ്പുഴ പാർക്കിനെ കൊണ്ടുവരും. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് ഇതാണ്. ഇപ്പൊ പോളി വടക്കൻ ഒറ്റക്ക് നിന്ന് ചെയ്യുന്നു, ചെഷയർ ഒറ്റക്ക് നിന്ന്, സഞ്ജീവ് ഒറ്റക്ക് നിന്ന് ചെയ്യുന്നു, ഷാജൻ സ്കറിയാണെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു, CR നീലാണ്. നമുക്ക് ഒരു കാഹളം മുഴക്കുന്ന ഒരു വിസിൽ ബ്ലോവേഴ്സിന്റെ കൂട്ടായ്മ ഉണ്ടാവുകയും ഇനി തൊട്ട് നമ്മൾ വിവരാവകാശം കൊടുക്കുമ്പോൾ, പൊതു താല്പര്യ ഹർജി കൊടുക്കുമ്പോൾ, വിജിലൻസിൽ പരാതി കൊടുക്കുമ്പോൾ, മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊരു കൂടിയാലോചിച്ചുകൊണ്ട്, കാരണം ഏറ്റവും എളുപ്പമാണ് ഒരുത്തനെ അഴിമതിക്കാരിയാകാൻ. പോളി വടക്കൻ വിവരാവകാശം വെച്ച് ജീവിക്കണവനാണ് ട്ടാ. ബെന്നി ജോസഫ് ആൾക്കാരെ ഭയപ്പെടുത്തി ജീവിക്കുന്നവനാണ് ട്ടാ. ഷാജൻ സ്കറിയ ബ്ലാക്ക് മെയിലിംഗ് ആണ് ട്ടാ. ഇതുണ്ടാവാതിരിക്കാൻ ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞ അത് നോക്കി ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും എനിക്ക് 66 വയസ്സായി. നിങ്ങളൊക്കെ ചെറുപ്പക്കാർ വന്നു മുന്നോട്ട്, നിങ്ങൾ കുറച്ച് പേരും കൂടി വന്നാൽ, ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നു, ഞാൻ തപ്പിയെടുത്ത് തരാം. ഒരു കോളേജിൽ അനധികൃതമായി 3 ലക്ഷം രൂപ ഡൊണേഷൻ കൊടുത്തിട്ട് കയറി. 3 ലക്ഷം ഒന്നും അല്ല ഇവിടെ പലരും മേടിക്കണത്. ആ ഡൊണേഷൻ തിരിച്ചു കൊടുപ്പിച്ചവരെ, വിവരാവകാശ പ്രവർത്തകരെ, പൊതു താല്പര്യ ഹർജിയും പരിസ്ഥിതിയും മനുഷ്യാവകാശത്തിനൊക്കെ നടക്കുന്ന എല്ലാവരും താഴെ ഒരു നമ്പർ കാണിക്കാം, 7034340000. പോളിയുടെയും കൂടി നമ്പർ കൊടുക്കുക. അവർ വിളിച്ചു കഴിഞ്ഞാൽ, പോളിയുടെ നമ്പർ എന്ന് പറഞ്ഞേക്ക് 9562105111. ഈ നമ്പറിലും വിളിച്ചിട്ട് നമുക്ക് ഒരു കൂട്ടായി ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. ഇതിൻ്റെ അകത്ത് നിന്നിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞ പോലത്തെ ആൾക്കാർ ഇതിൻ്റെ അകത്തോട്ട് വരുവാൻ വേണ്ട. ഇത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇതിൽ വലിപ്പ ചെറുപ്പം ഉണ്ടാവില്ല. ആരെങ്കിലും ഒരു പ്രസിഡന്റും സെക്രട്ടറിനെയൊക്കെ കണ്ടെടുക്കുക, അത് മിക്കവാറും നെറുക്കിട്ടേ എടുക്കുള്ളൂ. കാരണം പിന്നെ അതിൽ വാശി വേണ്ട. ഇത് ഒന്നാമത് കുരിശല്ലേ ഇതിനകത്ത് പ്രസിഡന്റ് ആവുക. പിന്നെ ഈ പേരൊക്കെ അടിച്ച് കാടൊക്കെ ആയിട്ട് നടന്ന് എവിടെയും ആൾക്കാരെ പറ്റിക്കാനൊന്നും പറ്റൂല. എല്ലാവരും അറിയാണ്ട് അവിടെ ഒന്നും നടക്കൂല. അതാണല്ലോ ഇതിൽ വരുന്ന കാര്യങ്ങൾ. ഏത് കേസ് വന്നാലും അത് പൂർണ്ണമായിട്ടും ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഒരു ചർച്ച ചെയ്തിട്ട് വേണം. പുറത്തുനിന്ന് വന്ന ഒരാൾക്ക്, ഇപ്പോൾ ബെന്നിച്ചേട്ടൻ ഒരു കേസ് കൊണ്ടുവന്നാലും, പോളി വടക്കൻ, ചെഷയർ ആര് കേസ് കൊണ്ടുവന്നാലും ആ കേസ് എന്ത് ചെയ്തു, എങ്ങനെയാണ്, എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്നുള്ളത് പുറത്ത് നിൽക്കുന്ന ഇതിനകത്ത് 2-3 പേര് അഭിഭാഷകരെ എടുക്കാം. നിയമത്തിന്റെ നമ്മൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭരണഘടനാപരമായി നിയമാനുസൃതം നിയമവാഴ്ചക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായിരിക്കണം. എനിക്കൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഹൈക്കോടതിയിൽ ലീഫ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവരെന്താ പരിസ്ഥിതിക്ക് ഒരു സ്വന്തമായിട്ട് അവരൊരു കേസ് കൊടുക്കാത്ത എന്തോരം വക്കീലുമാരുണ്ട്. എന്ത് നമ്മളെ കൂടി ഒന്നും ഇവർ കൂടാത്ത. പക്ഷെ വക്കീലുമാരോടൊന്നും ഞാൻ പറയുന്നു, നല്ല വക്കീലുമാരുണ്ടെങ്കിൽ ഞങ്ങൾ ഫീസും തരാം, ന്യായമായ ഫീസും തരാം. തീർച്ചയായിട്ടും നല്ല വക്കീലുമാരുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊതു താല്പര്യ ഹർജി നല്ലത്. ഞാൻ പറഞ്ഞല്ല, ചെറിയ മോഷണവും കളവും നമുക്ക് വിട്ടുകളയുന്നേ. അടിയോടുകൂടി മാന്താൻ സംഭവിച്ച ഈ നാട് മുടിഞ്ഞു പോകും. അതെ. അപ്പൊ വിസിൽ ബ്ലോവേഴ്സിന്റെ ഇതുവരെ ഞാനൊന്നും ഒരിക്കലും ഒരു സ്ഥാനത്തേക്കും വരുന്നില്ല. ഞങ്ങളൊക്കെ റിട്ടേൺ, നമ്മൾ വല്ല പാറ്റേൺഷിപ്പിലോ വല്ല അഡ്വൈസറി ബോർഡിലൊക്കെ ഇരുന്നോളാം. നല്ല ചെറുപ്പക്കാർ വരട്ടെ, അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയിട്ട് നമ്മൾ കഴിവുള്ളവരെ ഇരുത്തി എല്ലാ 2ാം ശനിയാഴ്ചയും എവിടെയെങ്കിലും നമ്മൾ മാറി മാറി തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരും കാസർഗോഡും ഒക്കെ ആയിട്ട് ഓരോ മാസവും 2ാം ശനിയാഴ്ച എവിടെയെങ്കിലും കൂടി ഈ നാട്ടിൽ അഴിമതി തുടച്ചു നീക്കിയാൽ കേരളം ദൈവത്തിന്റെ രാജ്യമാകും. ടൂറിസത്തിലായാലും കൈക്കൂലി കൊടുക്കണ സകല സ്ഥലത്തും. ഇപ്പൊ രമേശ് ചെന്നിത്തല വീഡിയോ എടുത്താൽ 5000 രൂപ കൊടുക്കും എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ, രാഷ്ട്രീയക്കാരുടെ അഴിമതി, ഉദ്യോഗസ്ഥരുടെ അഴിമതി നിർത്തിയാൽ കേരളം സ്വർഗരാജ്യമാണ്. ഇവിടുത്തെ മക്കൾ പോവില്ലെന്ന്, രാജ്യം വിട്ട് പോവില്ല. അതെ. ഞാനിപ്പോ ലോകരാജ്യങ്ങൾ കറങ്ങുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയണം. ഇവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 20 വർഷം ആയിക്കോട്ടെ, പലരും വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനായിട്ട് പോയി എന്ന് പറയുന്നു.
ഇവർ പോയിട്ട് എന്താണ് കാട്ടിക്കൂട്ടിയത്? ഇവിടെ യാതൊരു തരത്തിലുള്ള ഒരു സംഭവം ഇംപ്ലിമെൻ്റ് ആയിട്ട് എനിക്കറിവില്ല. ഏത് വിദേശ രാജ്യങ്ങളിൽ പോയാലും, അവിടെ ഏത് ഹോട്ടലിൽ പോയാലും, ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും നമ്മുടെ പിള്ളേരാണ്, നമ്മുടെ മലയാളി പിള്ളേരാണ് അവിടെ ഏറ്റവും കൂടുതൽ സെയിൽസിൽ നിൽക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് അവിടെ പോയി ഒരു മടിയില്ലാണ്ട് പണിയെടുക്കാൻ തയ്യാറാവും? വേറെ എന്നും നോക്കണ്ട, ഗൾഫ് അമേരിക്കയൊക്കെ വിട്, നമ്മുടെ ഇവിടെ നിന്ന് 3.5 മണിക്കൂർ പണിത ഇവിടെ എന്ത് തലതെറിച്ച് നടക്കണവനും ദുബായ് ചെന്ന വെള്ളവരയുടെ അകത്ത് പാർക്ക് ചെയ്യുള്ളൂ. അതെ, റോങ് സൈഡ് വണ്ടി ഓടിക്കില്ല എന്നിങ്ങനെ മര്യാദക്കാരാണ്. അപ്പൊ അവിടെ നിയമവാഴ്ചയുണ്ട്. ഇവിടെ എങ്ങനെയല്ല, എൻ്റെ അപ്പൻ MLA ആണ്, ഞാൻ മറ്റേ ജഡ്ജിയുടെ മോനാണ്, ഞാൻ അവിടുത്തെ കൗൺസിലറിന്റെ മോനാണ്. ഈ നിയമം ബൈപ്പാസ് ചെയ്യുകയും ഇരട്ട നീതി നടപ്പാകുമ്പോഴാണ് ഇവിടുത്തെ പിള്ളേർക്ക് പ്രതീക്ഷ ഇല്ലാത്ത. പിന്നെ ഇവിടെ ഒരു കച്ചവടം തുടങ്ങി. ഇപ്പൊ പോളി ഒരു കച്ചവടം ചെയ്യണം, ഞാനൊരു കച്ചവടം ചെയ്യണം, യൂസഫ് അലി ഒരു കച്ചവടം ചെയ്യണം. യൂസഫ് അലിക്ക് എല്ലാ പേപ്പറും വീട്ടിൽ കിട്ടും. ഞാനും നീയും കോഴി വളർത്താൻ പോയാൽ നമ്മുടെ കഴുത്തു പോയത് തന്നെ അല്ലേ? ഈ അഴിമതി കൈക്കൂലിയൊക്കെ ഒന്ന് നിർത്തിയാൽ തന്നെ ഈ നാട് രക്ഷപ്പെടും. അതുകൊണ്ട് വിസിൽ ബ്ലോവേഴ്സിലേക്ക് നല്ല നല്ല ചെറുപ്പക്കാർ തന്നെ ഉറപ്പിച്ച് പറയണം, ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമുണ്ട്, കക്ഷി രാഷ്ട്രീയമില്ല, വർഗീയതയില്ല, ഒന്നുമില്ല. സത്യസന്ധമായി നീതിപൂർവം ഭരണഘടന അനുസരിച്ച് നിയമവാഴ്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരിക്കും. വലിപ്പ ചെറുപ്പമോ പ്രായമോ ഇതിൻ്റെ അകത്തൊരു വിഷയമല്ല. തീർച്ചയായിട്ടും നല്ല രാജ്യസ്നേഹികളായ തലമുറക്കും നാടിനും വേണ്ടി ജീവിക്കുന്ന ഏവർക്കും ഇതിലേക്ക് സ്വാഗതം. വിസിൽ ബ്ലോവർ ഉണ്ടാവേണ്ട അത്യാവശ്യമാണ്. ഒരു സ്ഥാനവും വഹിക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ ഇത് കേൾക്കണം. നമ്മൾ സുഹൃത്തുക്കളാണെങ്കിലും അതിൻ്റെ അകത്ത് ആ കൺസിഡറേഷൻ ഒന്നും വേണ്ട. നന്മയുള്ള പൊതുപ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, വിവരാവകാശ പ്രവർത്തകരൊക്കെ വരുമ്പോഴാണ് മിസ്റ്റർ VD സതീശൻ നിങ്ങൾ പറഞ്ഞ ആശയങ്ങൾ വിജയിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ പാർട്ടിയിലിരുന്ന് ചിലരെ വിമർശിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും. പക്ഷെ ഞങ്ങൾക്ക് RCയും KCയും AC ഇല്ലാത്തതും തണുപ്പത്തും ചൂടത്തൊക്കെ ഞങ്ങൾ ഒരു സീയുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് ഞങ്ങളുടെ CM VD സതീശനെ കൂടിയായിരിക്കും.